അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മെഷീൻ ലേണിങ്ങിലെ സ്പീച്ച് റെക്കഗ്നേഷൻ ആണ്. അപ്പോൾ സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസ് മനുഷ്യരുടെ സംസാര ഭാഷ മനസ്സിലാക്കി അതിനെ ഒന്നുകിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്പീച്ച് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹേ ഗൂഗിൾ പ്ലേ മ്യൂസിക് എന്ന് പറഞ്ഞൊരു കമാൻഡ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗൂഗിൾ അസിസ്റ്റന്റ് അതിന് റീഡ് ചെയ്തിട്ട് ആ ഒരു ശബ്ദം ഫസ്റ്റ് അത് റെക്കഗ്നൈസ് ചെയ്യും. അത് പിന്നെ ആ പ്രോസസ്സ് പിന്നെ അത് സ്പീച്ചിനെ പ്രോസസ്സ് ചെയ്തതിനു ശേഷം അതൊരു മ്യൂസിക് പ്ലേ എന്നുള്ള കമാൻഡ് ആയിട്ട് അതിനെ മാറ്റുകയാണ് ചെയ്യുക. പിന്നെ ഇത് മെഷീൻ ലേണിംഗ് അൽഗോരിതം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ സ്പീച്ച് റെക്കഗ്നേഷൻ ഒരു മെയിനായിട്ടൊരു 4 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ക്യാപ്ചറിങ് ആണ്. അപ്പോൾ ഓഡിയോ ക്യാപ്ചറിങ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നാമതായിട്ട് ഇപ്പോൾ ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസ് വെച്ച് അതിനെ സ്പീച്ച് ക്യാപ്ചർ ചെയ്യും. ആ സ്പീച്ച് ക്യാപ്ചർ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അതിന് സ്പീച്ച് നമുക്ക് അനലോഗ് സിഗ്നൽ ആയിട്ടാണ് നമുക്ക് അതിനെ ഫസ്റ്റ് കിട്ടുന്നത്. അതിന് നമ്മൾ കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തിട്ട് ഡിജിറ്റൽ സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് ADC എന്ന് പറഞ്ഞൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. പിന്നെ സെക്കൻഡ് പ്രോസസ്സ് പറയുന്നത് പ്രീ പ്രോസസ്സിംഗ് ആൻഡ് ഫീച്ചർ എക്സ്ട്രാക്ഷൻ ആണ്. അതിലിപ്പോൾ റോ ഓഡിയോ ഡാറ്റയിൽ സാധാരണയായിട്ട് നോയ്സസ് ഉണ്ടാവും, അത് ഫിൽട്ടർ ചെയ്യാണ് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. പിന്നെ ഈ സ്പീച്ചിന് പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫീച്ചേഴ്സ് ആയി മാറ്റുന്നുണ്ട്. പിന്നെ കോമൺ മെത്തേഡ് എന്ന് പറയുന്നത് MFCC ആണ്. MFCC പറഞ്ഞാൽ മെൽ ഫ്രീക്വൻസി സെപ്ട്രൽ കോഎഫിഷ്യൻസ് എന്നാണ് ഇതിൽ ഒരു ഫുൾ ഫോം ആയി വരുന്നത്. പിന്നെ MFCC എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു എന്താ പറയുക ഹിയറിംഗ് കപ്പാസിറ്റി ആ ഒരു പാറ്റേൺ യൂസ് ചെയ്താണ് ഇത് വർക്ക് ചെയ്യുക. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഡിയോ ഫീച്ചറിംഗ് ആണ്. ഓഡിയോ ഫീച്ചറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് എന്താ പറയുക RNN LSTM 2 ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ മോഡൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് സൗണ്ട് ബേസിക് സൗണ്ട് യൂണിറ്റ് ആയിട്ട് ഇതിനെ മാറ്റുന്നൊരു സ്റ്റെപ്പാണിത്. പിന്നെ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ലാംഗ്വേജ് മോഡലാണ്. ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേർഡ് പ്രൊഡിക്ഷൻ ആണ് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് ഉണ്ടായിട്ട് ഉദാഹരണമായിട്ട് ഐ ആം ഗോയിങ് ടു, അതിനൊരു എക്സാമ്പിൾ നമുക്കിപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്ന് കമന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണെങ്കിൽ അതിനെ റീഡ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് മോഡൽ സെന്റൻസ് കോൺട്രാസ്റ്റ് ആക്കിയിട്ട് ഇതിനെ നോക്കി ശരിയാക്കുക ചെയ്യുക. പിന്നെ ഫൈനൽ ടെക്സ്റ്റ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് കംപ്ലീറ്റ് റെക്കഗ്നൈസ്ഡ് സെന്റൻസ് ആക്കി ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ പ്ലേ മലയാളം മ്യൂസിക് എന്നാണ് നമുക്കിപ്പോൾ ഒരു സ്പീച്ച് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്ലേ മലയാളം സോങ്സ് എന്നൊരു ടെക്സ്റ്റ് ഇൻപുട്ടായി നമുക്ക് ഇതിനെ റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സ്പീച്ച് റെക്കഗ്നേഷൻ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള അൽഗോരിതംസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹിഡൻ മാർക്കോവ് മോഡൽ എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതിനെ HMM എന്നൊരു ടെക്നോളജിയാണ്. അതിന് ടൈം സീരീസ് സ്പീച്ച് പാറ്റേൺ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു വേറെ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അത് ReLU സോഫ്റ്റ്മാക്സ് ഉപയോഗിച്ചുള്ള ഡീപ്പ് ലേണിംഗ് ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഓഡിയോ ടു ടെക്സ്റ്റ് മാപ്പിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട്. പിന്നെ തേർഡ് വൺ RNN LSTM എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീച്ച് സീക്വൻസിന്റെ ഒരു പ്രീവിയസ് കോൺടെക്സ്റ്റ് കൂടി കൺസിഡർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻസ് പിന്നെ സിറി പോലുള്ളതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. പിന്നെ ട്രാൻസ്ഫോമർ ആണ് നെക്സ്റ്റ് ടെക്നോളജി പറയുന്നത്. ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ വിസ്പർ ബൈ ഓപ്പൺ AI പിന്നെ ഗൂഗിൾ സ്പീച്ച് AI ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ ഇത് ഫാസ്റ്റർ ആൻഡ് ഹൈലി അക്യുറേറ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നടന്നത്. പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ടേൺ ഓൺ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ അതിനിപ്പോൾ MFCC അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി ഫീച്ചേഴ്സ് ആക്കി അതിനെ കൺവേർട്ട് ചെയ്യും. പിന്നെ അക്കോസ്റ്റിക് മോഡൽ ഇതിന്റെ ഡിഫക്ട്സ് ആൻഡ് ഫിനോമിനം ലൈക്ക് ഇതിൻ്റെ ഒരു ലെറ്റേഴ്സും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനൊരു മോഡലായിട്ട് ബിൽഡ് ചെയ്ത് അതിനെ മാച്ച് ചെയ്യുന്നത് നോക്കും. പിന്നെ ലാംഗ്വേജ് മോഡൽ അറേഞ്ച് ചെയ്തിട്ട് ടേൺ ഓൺ ലൈറ്റ് എന്നൊരു കമാൻഡ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ലൈറ്റ് ടേൺസ് ഓൺ എന്നുള്ളൊരു കമാൻഡ് അതിൽ വരും. പിന്നെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വെർച്വൽ അസിസ്റ്റൻസ് പിന്നെ ഹെൽത്ത് കെയർ. പിന്നെ ഹെൽത്ത് കെയറിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ ഡിക്റ്റേഷൻ, അതായത് ഡോക്ടേഴ്സ് തരുന്ന നോട്ട്സ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് ഡ്രാഗൺ മെഡിക്കൽ വൺ ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ ആക്സസിബിലിറ്റി ടൂൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീച്ച് ടെക്സ്റ്റ് സോഫ്റ്റ്വെയർ ആണ്. അത് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതൊരു സഹായമാണ്. പിന്നെ കസ്റ്റമർ സർവീസ് ആണ്. കസ്റ്റമർ സർവീസ് ആണ് IVR സിസ്റ്റം, ഇതൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെ റിയൽ ടൈം ട്രാൻസ്ലേഷൻ, അതായത് ലൈവ് വോയിസ് ടെക്സ്റ്റ് ട്രാൻസ്ലേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ചെക്കിങ് പിന്നെ സ്പീച്ച് പ്രാക്ടീസസ് അതിനൊക്കെ യൂസ് ചെയ്യാം.
ഇതിന് കുറച്ച് ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ നോയ്സ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നോയ്സസ് കാര്യങ്ങളൊക്കെ വരുന്നൊരു ചലഞ്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഹോമോഫോൺസ് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ ബെയർ പിന്നെ ബിയർ എന്ന് പറഞ്ഞ 2 വേർഡ് ഉണ്ടെങ്കിൽ അതിന് കമ്പ്യൂട്ടർ ഏത് രീതിക്ക് അതിനെ പ്രോസസ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഒരു ചലഞ്ചാണ്. റിയൽ ടൈം പ്രോസസ്സിങ് സ്പീഡ് ഇതിന് ഒരു ചലഞ്ചായിട്ട് നമുക്ക് കാണാം. അത് ഡിലേ ഇല്ലാതെ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ചലഞ്ച്. പിന്നെ അനോളജി ഫോർ ഓഡിയൻസ്, അതായത് നമുക്കിപ്പോൾ സ്പീച്ച് റെക്കഗ്നിഷൻ മനുഷ്യൻ്റെ എന്താ പറയുക ബ്രെയിനും നമുക്ക് എന്താ ഇയറും വരുന്നൊരു പ്രോസസ്സായി ഇതിനെ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൾട്ടി നാച്ചുറൽ സപ്പോർട്ട് ഒരു ആപ്പിൽ തന്നെ പല ഭാഷകളിൽ ചെയ്ത് അതിനെ ഒരു മോഡലാക്കി ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ ഫ്യൂച്ചർ പറഞ്ഞത്.